മാറുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് പണ്ടത്തെ ഒരു കല്യാണം, ഞാനാണ് 3 പ്രാവശ്യം കണ്ട ഒരു മനുഷ്യൻ്റെ കൂടെ ഈ 52 വർഷമായിട്ട് ജീവിക്കുന്ന ഒന്ന് പെണ്ണ് കാണാൻ വന്നല്ലോ. പിന്നെ ഞാൻ കണ്ടത് എൻഗേജ്മെന്റിനാ. എനിക്കിപ്പോഴും സംശയമുണ്ട്, പെണ്ണ് കാണാൻ വന്ന പുള്ളി തന്നെയാണോ എൻഗേജ്മെന്റിന് വന്നതെന്ന്. അത് അന്ന് സംശയവാ, ഇന്ന് സംശയ. കാരണം ഞാൻ അത്ര കണ്ടുള്ളായിരുന്നു. കാപ്പി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് കാപ്പി കൊണ്ട് കൊടുത്തേച്ച് ഞാൻ പോന്നു. അവിടെ കുറെ പേരിരുന്നു. ഇതിലേതോരെണ്ണം ചെറുക്കനാന്ന് എനിക്കറിയാം. എൻഗേജ്മെന്റിന് പള്ളിയിലേക്ക് കയറി പോകുമ്പോ എന്റെ ചാച്ചന്റെ ഇളയ പെങ്ങൾ എന്നോട് പറഞ്ഞാണ്ട ചെറുക്കനാ നിൽക്കുന്നത്, നീ നോക്കോ. ഞാൻ പറഞ്ഞു, അയ്യോ ഈ ചെറുക്കനാണോ എന്നെ കാണാൻ വന്നതെന്ന് ചോദിച്ചു. ആന്റി ഒരു പിച്ച് തന്നിട്ട് പറഞ്ഞു മിണ്ടാതടി എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ഓർത്തു ചെറുക്കനാണല്ലോ എന്ന് ഓർത്തു. പിന്നെ കല്യാണത്തിന് ഇനി ഞാൻ നോക്കി വെച്ചല്ലോ, എൻഗേജ്മെന്റ് നോക്കി വെച്ചല്ലോ. അതുകൊണ്ട് ഒത്തു കിട്ടി, അത് തന്നെയാ വന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്റെ കെട്ടിയോനോട് ചോദിക്കും, നിങ്ങൾ തന്നെയാണോ എന്നെ കാണാൻ വന്നത്? അത്രേ ഉള്ളൂ. 3 പ്രാവശ്യം. ആ മനുഷ്യന്റെ കൂട്ടത്തിൽ ഇനി ഒരു 50 വർഷം കൂടെ വേണേ ഞാൻ ജീവിക്കാം. പക്ഷേ എനിക്കിപ്പോ വരുന്ന കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോ, 4 മാസം കഴിയുമ്പോ, 6 മാസം കഴിയുമ്പോ 10ഉം 11ഉം വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവര്, 5ഉം 6ഉം വർഷം പ്രണയിച്ച് കല്യാണം കഴിച്ചവര് വിവാഹമോചനത്തിന് വേണ്ടി വരുന്നു. എന്താണ് നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥ എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഈയിടെ ഒരു ജേർണലില് ഞാൻ വായിച്ചു, ഇവിടെ കേരളത്തില് 1.5 ലക്ഷം കല്യാണങ്ങൾ ഒരു വർഷം നടക്കുന്നുണ്ട്. 1.5 ലക്ഷം, എല്ലാം കൂടെ 1.5 ലക്ഷം കല്യാണങ്ങളിൽ 30% ഭാര്യ ഭർത്താക്കന്മാരെ ചൊവ്വനര ജീവിക്കുന്നുള്ളൂ. അവരുടെ കണക്കനുസരിച്ച് ബാക്കി 70-ല് ഒരു 20 to 25 മ്യൂച്വൽ ഡിവോഴ്സിന് കുടുംബ കോടതിയെ സമീപിക്കുന്ന കേസുകളാണ്. ബാക്കി ഒരു 20 to 25-നകത്ത് അവര് പറയുന്നത് കോമ്പൻസേഷന് വേണ്ടി വഴക്ക് പിടിക്കുന്ന കേസുകളാണ്. ഇനി ബാക്കി അവര് പറയുന്നത് സൈലന്റ് ഡിവോഴ്സസ്. ഞാനും പറയും സൈലന്റ് ഡിവോഴ്സസ് അതിൽ കൂടുതൽ ഇവിടെ നടക്കുന്നു. സൈലന്റ് ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ യാതൊരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നുണ്ട്. പിറമേ എല്ലാം ഭദ്രമാണ്, വലിയ വീട്, കാറ്, സൗകര്യങ്ങള്, മതില് എല്ലാം ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഭാര്യയോട് മിണ്ടാത്ത ഭർത്താവ്, ഭർത്താവിനോട് മിണ്ടാത്ത ഭാര്യ, മേളത്തെ നില കിടക്കുന്ന ഭർത്താവ്, താഴത്തെ നില കിടക്കുന്ന ഭാര്യ. കഴിഞ്ഞ ദിവസം ഒരു ഭാര്യയും ഭർത്താവും കൂടെ എനിക്ക് വന്നു. അവര് ഭയങ്കര അടിയാണ്, പിരിയാൻ. അവർ 2 പെൺപിള്ളേരായിരുന്നു, 2നെയും കിട്ടിച്ചു. ഇനിയും വിവാഹമോചനം വേണമെന്നും പറഞ്ഞ. അതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, ഇനി ഈ അവസാന കാലത്ത് വിവാഹമോചനം എന്തിനാ? നമുക്ക് ഒരുമിച്ച് ജീവിക്കാനുള്ള വഴി നോക്കുന്ന പറയാം. എന്നാണേലും എനിക്ക് അയാളെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ചത്താലും. പറയും ചത്തു കഴിഞ്ഞപ്പോ എങ്ങനാ? ഞങ്ങള് 2 കല്ലറ വാങ്ങിച്ചു. അതിയാന് വേറെ കല്ലറ, എനിക്ക് വേറെ കല്ലറ. മനസ്സിലായോ? ചത്താ പോലും ഇരിയാനെ എന്റെ പുറത്തിടരുത്. ചത്താ പോലും എന്റെ പുറത്തിടരുത്. എന്നെ വാച്ച് ചെയ്യാന്ന് ആലോചിച്ചൊക്കെ. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ചാകുമെന്നും കല്ലറയിൽ ഇടുമെന്നും? കാരണം ഇവര് വന്ന ദിവസം തൃശ്ശൂർ വെടിക്കെട്ട് മരണം നടന്ന ദിവസമാണ്. ഞാൻ പറഞ്ഞു, മനുഷ്യന്മാര് മരിച്ചിട്ട് കൈയില്ല, കാലില്ല, തലയില്ല, ഒന്നുമില്ല, ചെതറിപ്പോയി, കത്തിപ്പോയി, ഇല്ലാതായി പോയി. നിങ്ങൾക്കറിയാവോ നിങ്ങളെ മുഴുവത്തോടെ കൊണ്ട് കുഴി വെക്കുമെന്ന്? നിങ്ങൾക്ക് എന്താ ഇത്ര ഉറപ്പ്? വാശിയാണ്. അതെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ വാശി കൂടുന്നു. പെറമ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പെറമ എല്ലാം ഭദ്രാണ്. ഒരു വീട്ടിൽ, കാഞ്ഞിരപ്പള്ളിയിൽ ഒരു വീട്ടിൽ 3 കഞ്ഞിയാണ്. അമ്മ തന്നെ ഒരു കഞ്ഞി, അത് അടുക്കള. മൂത്ത മകനും ഭാര്യയും മേളത്തെ നിലയിൽ ഇൻഡക്ഷൻ കുക്കറൊക്കെ വെച്ച് വേറെ കഞ്ഞി, വേറൊരു മകനും ഭാര്യയും വേറൊരു മുറിയിൽ കഞ്ഞി. അപ്പൊ ഇവര് പക്ഷെ ഈ 3 പേരും ഈ ഒരു കല്യാണമൊക്കെ വിളിച്ച ഒരു ഇന്നവയെ കയറി പോന്ന കണ്ടാ ഉണ്ടല്ലോ, ഇത്ര യോജിപ്പുള്ള കുടുംബം പിന്നെ ആ നാട്ടിലില്ലെന്ന് തോന്നുന്നു. അഭിനയിക്കുന്നു. നിങ്ങളും ഞാനുമൊക്കെ അഭിനയിക്കാൻ പഠിച്ചിരിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, ഒരാത്മപരിശോധനയുടെ ദിവസമാണ് ഈ കുടുംബദിനം എന്ന് പറയുന്നത്. ആഘോഷിക്കുമ്പോൾ മനസ്സിൽ വരേണ്ടത്, നമ്മൾ ഇതിൽ ഏത് കൂട്ടത്തിൽ പെടും? ആദ്യത്തെ 30-ൽ പെടുവോ, അതോ അവസാനത്തെ 25-ൽ പെടുവോ? നിങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒരു കാലത്ത് നമ്മുടെ കുടുംബം പാരമ്പര്യങ്ങളുടെ ഒരു യൂണിറ്റ് ആയിരുന്നു. എന്നാ അറിയില്ലേ, ഞാൻ ഇന്നടത്തെ ഇന്ന ആളിന്റെ മോളാണെന്നാണ് ഞാൻ എന്നെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയത്.
കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ പറയാൻ തുടങ്ങി ഞാൻ ഇന്നയാളിന്റെ ഭാര്യയാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ഇവരുടെ ആരുടെയും കെയർ ഓഫ് വയ്ക്കാറില്ല. എൻ്റെ അഡ്രസ്സിലാണ് ഞാൻ അറിയപ്പെടുന്നത്. കുഴപ്പമില്ലാത്തൊരു അഡ്രസ്സ് ഞാൻ എൻ്റെ കുടുംബത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പണ്ട് എൻ്റെ ചെറുപ്പത്തില് ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വിശേഷപ്പെട്ട സാധനമായിട്ട് ഞങ്ങൾ സൂക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ വല്യപ്പച്ചനെയാണ്. തിണ്ണലൊരു ചാരുകസരയിലാണ് വെച്ചിരുന്ന ആ സാധനം. ആ കസരയുടെ താഴെ വെറ്റയിൽ ചുണ്ണാമ്പൊക്കെ തേച്ച പാക്കൊക്കെ ഇടിച്ച് ഇത് ഉരുട്ടി ഉരുട്ടി വല്യപ്പച്ചന്റെ കയ്യിലോട്ട് കൊടുത്ത ഒരു കഥാപാത്രം ഉണ്ടായിരുന്നു. അതിനെ ഞങ്ങൾ വിളിച്ചിരുന്നത് വല്യമ്മച്ചി എന്നാണ്. ഈ രണ്ട് പാർട്ടികളാണ് ഞങ്ങളുടെ തിണ്ണ അലങ്കരിച്ചിരുന്നത്. എന്താ പറയാ, ഞങ്ങളുടെ ഫാമിലി ഒരു ജോയിന്റ് ഫാമിലിയാ. എൻ്റെ ചാച്ചനൊക്കെ 8 പേരായിരുന്നു. അതിലൊരാൻറ്റി തന്നെ 11 പിള്ളേരെ പ്രസവിച്ചു. അപ്പൊ ചാച്ചന്റെ ചേട്ടന്റെ ഭാര്യയ്ക്ക് തോന്നി കുറഞ്ഞു പോകുമെന്ന്. പുള്ളിക്കാരി ഒരു മത്സരത്തിന് തയ്യാറായി 8 എണ്ണം വരെ 2ാം സ്ഥാനം ഒപ്പിച്ചെടുത്തു. പിന്നെ 3ാം സ്ഥാനം വേറൊരു ആൻറ്റിയാ, 7, 6, 5. എൻ്റെ ചാച്ചന് യാതൊരു മത്സര ബുദ്ധിയില്ലായിരുന്നു. ഞങ്ങൾ 3 പേരേ ഉള്ളത് കാരണം ചാച്ചനോട് ഞാൻ ഇടയ്ക്ക് ചോദിച്ചു പറഞ്ഞു, നീ പോടി അവിടുന്ന്, ഞാൻ മത്സരിച്ചില്ലെന്ന് പറഞ്ഞു. എന്തുവാട്ടെ, ഞാൻ വളർന്ന ഒരു വലിയ കുട്ടിപ്പട്ടാളത്തിനിടയില്ല. എൻ്റെ കരുത്ത്, എൻ്റെ ആത്മവിശ്വാസം, എൻ്റെ ദൈവവിശ്വാസം, എൻ്റെ ധാർമ്മികത എൻ്റെ കുടുംബം എനിക്ക് തന്നതാ. ഞാൻ പഠിച്ച പുസ്തകങ്ങൾക്കൊക്കെ സായിപ്പിന്റെ പുസ്തകങ്ങളാ. ഞാൻ പഠിച്ചത് ഡൽഹി യൂണിവേഴ്സിറ്റിയിലാണ്. സൈക്കോളജി എന്ന് പറയുന്നത് സായിപ്പിന്റെ പുസ്തകമാണ്. അതിനകത്ത് സായിപ്പ് എഴുതി വെച്ചതിനേക്കാൾ എത്രയോ നല്ല കാര്യങ്ങൾ എൻ്റെ വല്യമ്മച്ചിയും എൻ്റെ വല്യപ്പച്ചനുമൊക്കെ എന്നെ പഠിപ്പിച്ചു. ഞാൻ പഠിച്ചു വളർന്നത്, ഞാൻ പ്രസംഗിക്കുന്നു ഇന്ന്, പുസ്തകത്തിൽ പഠിച്ചതല്ലത്. എൻ്റെ ജീവിതം എനിക്ക് തന്ന ആ ഒരു എന്താ പറയാ അറിവാണത്. ഇപ്പൊ നമ്മുടെ കുടുംബങ്ങൾ ആ ജോയിന്റ് ഫാമിലി മാറി ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് വന്നു. ന്യൂക്ലിയർ ഫാമിലി മാറി സ്പ്ലിറ്റ് ഫാമിലിയായി ഇപ്പം. അതായത് ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയുമ്പോൾ ഭാര്യ, ഭർത്താവ്, 3 മക്കള്, അങ്ങനെയായിരുന്നു. ആദ്യകാലത്ത് 3 മക്കൾ എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. പിന്നെ അത് പോയി നമ്മൾ 2, നമുക്ക് 2, പിന്നെ അത് പോയി നാം 1, നമുക്കൊന്ന്. ഏറ്റവും പുതിയതറിയാവോ? അതാ നിങ്ങൾ പരിഷ്കാരികളല്ലാന്ന് ഞാൻ മനസ്സിലായത്. ഏറ്റവും പുതിയത് പഠിപ്പിക്കട്ടെ. കുട്ടി വേണ്ട, പട്ടി മതി എന്നായി. പട്ടിക്കൊക്കെ എന്താ ഗമ. ഞാൻ ചിലപ്പോൾ ഓർക്കാറുണ്ട്, ചില വീട്ടിലെ പട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നെന്ന്. അയ്യോ എന്താ ഗമ. ഈയിടെ ഒരു അപ്പനും അമ്മയും കൂടെ ഒരു മോളെയും കൊണ്ട് എൻ്റെ അടുത്ത് കല്യാണം സമ്മതിപ്പിക്കാൻ, എൻ്റെ ജോലി ഇതൊക്കെയാ കേട്ടോ, കല്യാണത്തിന് സമ്മതിപ്പിക്കണം, പ്രസവിക്കാൻ സമ്മതിപ്പിക്കണം, ഇങ്ങനെയുള്ള പണിയൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കല്യാണത്തിന് അപ്പനും അമ്മയും ഡോക്ടേഴ്സാണ്. എറണാകുളത്തെ വളരെ പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അവരുടെ ഏക മകൾ 36 വയസ്സ്, ബിആർക്ക് കഴിഞ്ഞ പെണ്ണാണ്. അവള് കല്യാണത്തിന് സമ്മതിക്കുന്നില്ല. അപ്പൊ ഞാൻ ഇവളെ തന്നെ ഇരുത്തി വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഞാൻ ചോദിച്ചു, മോളെ, വാട്ട് ഈസ് ഫാമിലി? വാട്ട് ഈസ് ഫാമിലി? അപ്പൊ അവൾ എന്നോട് പറഞ്ഞു, നമുക്ക് ഇഷ്ടമുള്ള ആരുടെ കൂടെയോ എന്തിന്റെ കൂടെയോ ജീവിക്കുന്നതിനെ ഫാമിലി എന്ന് പറയുന്നു. കൊള്ളാം. ഞാന് ഈ അടുത്ത നല്ലൊരു ദിവസം പത്തനംതിട്ട ഒരു പള്ളിയിൽ ഒരു പ്രോഗ്രാം ചെയ്യാൻ പോകാൻ, ഞായറാഴ്ചയാണ്. ഇതുപോലെ ഒരുങ്ങുമ്പോഴ് എൻ്റെ കൊച്ചുമകൻ, അവൻ ഇപ്പം 4ാം ക്ലാസ്സിലാണ്, അവൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, അമ്മ എങ്ങടാ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു പള്ളിയില് പ്രസംഗിക്കാൻ പോവുക. പള്ളിയിൽ അച്ഛന്മാര് പ്രസംഗിച്ചാ പോരെ, അമ്മ എന്തിനാ പോകുന്നേ? ഞാൻ പറഞ്ഞു, അവിടുത്തെ അച്ഛൻ പറഞ്ഞു, അച്ഛൻ അറിയാൻ മേലാത്തൊരു കാര്യം അമ്മയ്ക്ക് അറിയാവുന്ന അവിടെ ചെന്ന് പറഞ്ഞേച്ചു വരാൻ പറഞ്ഞു. അന്ന് അതിനുവേണ്ടി പോകും. അപ്പൊ അവനെന്നോട് എന്താ അമ്മ പറയാൻ പോകുന്നത്? അപ്പൊ ഞാനിവനോട് പറഞ്ഞു, അബൌട്ട് ഫാമിലി. വാട്ട് ഈസ് ഫാമിലി? ഹൗ ടു ബിൽഡ് എ ഫാമിലി. ഇത് പറയാൻ പോവാടാ ഞാൻ. ഉടനെ അവൻ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, ഫാദർ, മദർ ആൻഡ് ചിൽഡ്രൻ ഫോം എ ഫാമിലി. എന്നോട് ചോദിച്ചു, ഈസന്റ് ഇറ്റ് കറക്റ്റ്? യെസ്. നിന്നോടാരാടാ ഇത് പറഞ്ഞ? നിന്നോടാരാടാ ഇത് പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അവൻ എന്നോട്, അത് ഞങ്ങളുടെ GK മിസ് പഠിപ്പിച്ചതാ. 4ാം ക്ലാസ് പഠിക്കുന്നവൻ എന്നോട് പറഞ്ഞു, അവന്റെ ജനറൽ നോളജിന്റെ മിസ് പഠിപ്പിച്ചു, അച്ഛനും അമ്മയും മക്കളും ചേരുന്നതാണ് കുടുംബം. ഞാൻ ചോദിച്ചു, മിസ് വേറെ വല്ലതും പറഞ്ഞു? മിസ് പറഞ്ഞു, ഒരുമിച്ച് പ്രാർത്ഥിക്കണം, ഒരുമിച്ച് ഭക്ഷിക്കണം. ഇതൊക്കെ മിസ് ഞങ്ങളെ പഠിപ്പിച്ചു. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാഞ്ഞ്. അപ്പൊ എന്നോട് ചോദിച്ചു, അമ്മ പോകുന്നിടത്ത് ഇവർക്ക് ഇതൊന്നും അറിയാൻ മേലേ? ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പറയാൻ പോവുക. എൻ്റെ അടുത്തിരിക്കുന്ന ബിആർക്ക് കഴിഞ്ഞ 36 വയസ്സുകാരിയായി പെണ്ണ് എന്നോട് പറയുന്നു, ഞാനും എൻ്റെ ലിയോയും ചേരുന്നതാണ് എൻ്റെ ഫാമിലി. ലിയോ ആരാന്നറിയാം? അവിടെ പട്ടിയാ. അവനില്ലാതെ ഞാനില്ല, ഞാനില്ലാതെ അവനില്ല. കല്യാണം വേണ്ട, പട്ടി മതി.
വേറെണ്ണം അതുപോലെ അമേരിക്കയിൽ നിന്ന്. അതൊരു മകനേ ഉള്ളൂ. അത് ഇപ്പൊ ഈ ഡോക്ടേഴ്സിനോട് ഞാൻ ചോദിച്ചു, എറണാകുളത്തുനിന്ന് വന്നവരോട്, എന്തുകൊണ്ട് നിങ്ങളുടെ മകൾ ഇങ്ങനെ ആയെന്നറിയോ? എന്തുകൊണ്ട് നിങ്ങൾ ഒരു കൊച്ചു മതിയെന്ന് വെച്ചതാണോ? ആ പിള്ളേരെ വളർത്താൻ വലിയ പാട്, ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ തിരക്ക്, ഞങ്ങളുടെ ട്രാൻസ്ഫർ, അങ്ങനെ ഇങ്ങനെ ഒത്തിരി മാങ്ങാത്തൊലി പറഞ്ഞു ഒരെണ്ണം മതിയെന്നങ്ങ് വെച്ചു. ഞാൻ ചോദിച്ചു, അതിനൊരു കൂട്ടുണ്ടായിരുന്നെങ്കിൽ, ഇടിച്ച് കളിച്ച് തല്ലി കളിച്ച് വളരാൻ ഒരു ചേച്ചിയോ അനിയത്തിയോ ആങ്ങളെയോ ഒക്കെ നിങ്ങൾ കൊടുത്തിരുന്നെങ്കിൽ ഈ പട്ടിയം കെട്ടിപ്പിടിച്ച് പെണ്ണിരിക്കത്തില്ലായിരുന്നു. നിങ്ങളുടെ കയ്യിലാണ് കുഴപ്പം. അന്നേരം അവര് പറഞ്ഞു, പറ്റിപ്പോയി. അപ്പൊ അമേരിക്കയിൽ നിന്ന് വന്ന അതുപോലെ തന്നെ ഒരു ചെറുക്കൻ, അവന് കല്യാണം ആലോചിക്കുമ്പോ അപ്പനും അമ്മയ്ക്കും നാട്ടിൻപുറത്തെ മലയാളി പെണ്ണിനെ വേണം. നമ്മുടെ റാന്നി വന്ന് ഒരു പെണ്ണെ കെട്ടിയെടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഇതുപോലെ ഈ ചെറുക്കന് വലിയൊരു പട്ടിയുണ്ട്. ആ പട്ടി ജമ്മം ചെയ്ത ഈ പെണ്ണിനെ പെരക്കകത്ത് കയറ്റിയില്ല. പട്ടി ചാടിക്കേറും. അന്നേരം ചെറുക്കന്റെ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, പട്ടി ഒന്ന് ഇണങ്ങുന്നിടം വരെ നീ എന്റെ കൂടെ കിടന്നോളാൻ. റാന്നിന്ന് കെട്ടി എഴുന്നള്ളിച്ച് അമേരിക്കയ്ക്ക് കൊണ്ടുപോയതാണ്. നീ എന്റെ അമ്മായിമ്മയുടെ കൂടെ കിടക്കാനാണ്, സ്വന്തം അമ്മയുടെ കൂടെ വീട്ടിൽ കിടന്നാ പോരെ. എന്തായാലും കൊള്ളാം. ഞാൻ ഈ കൗൺസിലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴ് ഞാൻ ഈ പയ്യനോട് പറഞ്ഞു, മോനെ നീ പുറത്തൊരു പട്ടിക്കൂടെ ഉണ്ടാക്ക്, എന്നിട്ട് ഈ പട്ടിയെ അതിനകത്തോട്ട് കിടത്ത, നിന്റെ ബെഡ്റൂമിൽ നിന്നൊന്ന് മാറ്റ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ പട്ടിക്കൂടെ ഉണ്ടാക്കി, പട്ടിയെ മാറ്റി. അടുത്ത കൗൺസിലിംഗിൽ അവൻ എന്നോട് പറഞ്ഞു, എന്റെ പട്ടിക്ക് ഡിപ്രഷനാ, എന്റെ പട്ടിക്ക് ഡിപ്രഷനാ, അത് ആഹാരം കഴിക്കുന്നില്ല, ഞാൻ സൈക്യാട്രിസ്റ്റിനെ കാണിച്ച് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുക, ഉറക്കം തന്നെ ഉറക്കം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ, എടാ ഒന്നുകിൽ പട്ടിയല്ലേ അവള്, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾക്ക് വട്ടാകും. ഇപ്പൊ പട്ടിക്കല്ലേ വട്ടായത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്നറിയാവോ? മനുഷ്യന്മാർക്കോ സ്നേഹമില്ല, അതിന് മൃഗങ്ങളെ സ്നേഹത്തിന് കണ്ടുപിടിക്കുകയാണ്. പെറ്റിന് കൊടുത്തെന്നാ എല്ലാരും പറയുന്നത്.